ആന്റി എന്തായി, അവള് വന്നോ? ഓ വന്നു ഞാൻ കണക്കിന് കൊടുത്തിട്ടുണ്ട്. ബാക്കി മുറിയിൽ വെച്ച് ഇന്ദ്രനും കൊടുത്തിട്ടുണ്ടെന്ന് തോന്നുന്നു. അനുപമ പുറത്തു പോകുന്നതിനെ ഇന്ദ്രൻ എതിർക്കുന്നതുകൊണ്ട് അവനൊന്നും അറിഞ്ഞിട്ടില്ലെന്ന് വിചാരിക്കും. പക്ഷേ അവൾ എവിടേക്കാണ് പോകുന്നതെന്നും എന്തിനാ പോകുന്നതെന്നും അറിഞ്ഞിരിക്കണം ആന്റി. വിളഞ്ഞ വിത്ത അനുപമ, ആന്റിക്കറിയാലോ. അതേ ഹർഷേ, എന്നെ തോൽപ്പിക്കാനുള്ള ഒരവസരവും അവള് പാഴാക്കില്ലെന്ന് എനിക്കറിയാം. എന്തായാലും ശേഖരനെ നമ്മൾ നാട് കടത്തിയ കാര്യത്തിൽ അവൾക്ക് സംശയമൊന്നുമില്ലെന്ന കാര്യം ഉറപ്പാ. ആ കാര്യം അവള് മറന്നു തോന്നുന്നു. എങ്കിൽ പേടിക്കാനൊന്നുമില്ല. ശേഖരന്റെ വിഷയം ഇതോടെ തീർന്നു. ആ അല്ല ഹർഷേ, രാധാമണി പിന്നെ നിന്നെ വിളിച്ചോ? ഇല്ല. പോലീസ് സ്റ്റേഷനിൽ സ്റ്റേറ്റ്മെന്റ് കൊടുത്ത് ശേഖരനെയും കൊണ്ട് സ്റ്റേറ്റ് വിട്ടതിന് ശേഷമേ വിളിക്കുള്ളൂ എന്ന് രാധാമണി പറഞ്ഞിട്ടുണ്ട്. എഗ്രിമെന്റ് പ്രകാരം ബാക്കിയുള്ള 40,000 ഞാൻ അയാളുടെ അക്കൗണ്ടിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഏറ്റെടുത്ത ജോലി അയാൾ കൃത്യമായിട്ട് ചെയ്തിരിക്കും. ഓ അത് മതി. എത്ര ദിവസമായി ഞാനൊന്ന് മര്യാദയ്ക്ക് ഉറങ്ങിയിട്ടെന്നറിയോ? എനിക്കിന്ന് സ്വസ്ഥമായിട്ട് സുഖമായിട്ടൊന്ന് കിടന്നുറങ്ങണം. എന്നാലേ ആന്റി ഇന്ന് മനസ്സമാധാനത്തോടെ കിടന്നുറങ്ങും. നമുക്ക് നാളെ കാണാം. ഗുഡ് നൈറ്റ്. ആ ശരി ഓക്കെ. ഗുഡ് നൈറ്റ് ഹർഷേ. ഓ എന്റെ ദേവി. ഒന്ന് വേഗം ഇങ്ങ് കേറ്, നല്ല മഴ വരുന്നുണ്ട്. അവളെ അപ്പുറത്തെ റൂമിൽ കിടത്തി. എന്റെ മോൾ എന്റെ കൂടെ കിടന്നുറങ്ങായിരുന്നില്ലേ? പിന്നെ നിങ്ങളുടെ അട്ടഹാസം കാരണം എനിക്ക് പോലും ശരിക്കും ഉറങ്ങാൻ പറ്റുന്നില്ല. അവളെങ്കിലും സ്വസ്ഥമായിട്ട് കിടന്നുറങ്ങിക്കോട്ടെ. എന്റെ അട്ടഹാസോ? ഒന്നുമില്ല. രഘുവേട്ടൻ കുളിച്ചിട്ട് ഫ്രഷ് ആയിട്ട് വാ, ഞാൻ ഭക്ഷണം എടുത്ത് വെക്കാം. നിനക്കെന്താ ഒരു മാറ്റം പോലെ? എന്തു പറ്റി? അല്ല, ഞാൻ എന്ത് പറഞ്ഞാലും നിങ്ങൾ കേൾക്കില്ല. പിന്നെന്തിനാ വെറുതെ പറയുന്നത്? ഇഷ്ടം പോലെ എന്താന്ന് വെച്ചാൽ ചെയ്തോ. ഞാൻ പോയി ആഹാരം എടുത്ത് വെക്കാം.
രഘുവേട്ടൻ ഇരിക്കേ, കഴിക്കും. നീ ഇരിക്ക്. മോള് ഭക്ഷണം കഴിച്ചിട്ടാണോ ഉറങ്ങിയത്? കുറെ നേരം അച്ഛൻ വന്നിട്ട് കഴിക്കാന്ന് പറഞ്ഞ് വാശി പിടിച്ചു. പിന്നെ ഞാൻ വഴക്ക് പറഞ്ഞ് കഴിപ്പിച്ചു. നീ എന്തിനാ അമ്പിളി വെറുതെ കുഞ്ഞിനെ വഴക്ക് പറയുന്നത്? എന്റെ ദേഷ്യവും സങ്കടവും ഒക്കെ കാണിക്കാൻ എനിക്ക് അവളല്ലേ ഉള്ളൂ രഘുവേട്ട. അമ്മ വിളിച്ചിരുന്നോ? അച്ഛൻ വിളിച്ചിരുന്നു, രഘുവേട്ടനെ തിരക്കി. അല്ല, എന്താ കഴിക്കാത്തെ? ഇഷ്ടമായില്ലേ? അല്ല അത് ആ, ഇത് വേണോ? അല്ല ഒന്നുകൂടെ കിട്ടിയ കൊള്ളാം. ശരി, ഞാൻ ഒഴിച്ചു തരാം. പക്ഷെ ഈ ഭക്ഷണം മുഴുവൻ കഴിക്കണം, അല്ലെങ്കിൽ ആരോഗ്യം കേടാവും. ഇപ്പൊ തന്നെ രഘുവേട്ടന് നല്ല ക്ഷീണമുണ്ട്. കഴിക്കാം. അമ്പിളി, നീ എനിക്കൊരു പെഗ്ഗൊഴിച്ച് തരുന്നതിനേക്കാളും സന്തോഷം എനിക്ക് വേറെ ഇല്ല. അതൊക്കെ ഞാൻ ഒഴിച്ചൊക്കെ തരാം, പക്ഷെ പറഞ്ഞ വാക്ക് പാലിക്കണം. പാലിക്കാൻ അമ്പിളി ചെയ്യാന്ന് പറഞ്ഞില്ലേ? നീ ഒഴിക്കേ. അല്ല അമ്പിളി, രണ്ടെണ്ണത്തിൽ ഒഴിക്കണ്ട, ഒരെണ്ണത്തിൽ മതി. ഒന്നേ എനിക്കാ രഘുവേട്ടാ. നിനക്കാ? ആ, എന്തേ? എനിക്കും കുറച്ച് നാളായി വിശപ്പോ ഉറക്കോ ഒന്നുമില്ല. ഒരെണ്ണം കഴിച്ചാ അതൊക്കെ കിട്ടുമെങ്കിലേ. എന്താ ഞാൻ കുടിക്കുന്നതിൽ തെറ്റുണ്ടോ? അല്ല പറ രഘുവേട്ടാ. അതെ, അല്ലെങ്കിലും പെണ്ണുങ്ങൾ ഒരെണ്ണം കഴിക്കുന്നത് ദഹനത്തിന് നല്ലതാ. നീ കഴിച്ചോടി, എന്റെ കൂടെ അല്ലേ. എനിക്ക് ഒന്ന് സ്വസ്ഥായിട്ട് കിടന്ന് ഉറങ്ങണം. അല്ല രഘുവേട്ടാ, ഈ കുടിക്കുന്നതിന് മുമ്പ് എന്തോ ഒന്ന് പറയുമല്ലോ. എന്തത്? ചിയേഴ്സോ? ആ, cheers. ചിയേഴ്സ്.